ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പായസം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിൽ ഓടി വരുന്നത് അടപ്രഥമൻ തന്നെയാണല്ലേ. അപ്പോൾ അടപ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പോകാം വീഡിയോയിലോട്ട്. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു കവർ അട, അതുപോലെ തന്നെ ആവശ്യത്തിന് ശർക്കര, അതുപോലെ തന്നെ ചവ്വരിയും കിസ്മിസും നെയ്യും കാഷ്നട്ടും ഏലക്കയും, അതുപോലെ തന്നെ മെയിനായിട്ട് വേണ്ടതാണ് തേങ്ങ. ഒരു തേങ്ങയുടെ പാല് 3ആയിട്ട് എടുത്ത് വെച്ചേക്കാണ്. അതായത് 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്. ആദ്യം തേങ്ങ തിരികെ ഒരു പ്രാവശ്യം മിക്സിയിലിട്ടടിച്ച് അത് പിഴിഞ്ഞ് അതിൻ്റെ പാൽ നന്നായിട്ട് എടുക്കുക, അത് മാറ്റി വയ്ക്കുക. അത് ലാസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ 2-ാം പാലും 3-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോകാം. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന അടയിലോട്ട് നമ്മൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് അട വേവിക്കാൻ വെക്കുന്നത്. എന്നാലും അടച്ചിട്ടിട്ടല്ല വേവിക്കുന്നത്, തുറന്ന് വെച്ചിട്ട് തന്നെയാണ്. തുറന്ന് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അത് വേവിച്ചെടുക്കണേ. അതാകുമ്പോൾ ആ ഒരു ഒട്ടലുണ്ടല്ലോ അത് കാണത്തില്ല. പെട്ടെന്ന് ആ ഒരു ഇതങ്ങ് മാറിക്കിട്ടും. അത് നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മളത് അരിപ്പിലോട്ട് അരിച്ചൊഴിക്കുകയാണ്. അരിച്ചൊഴിച്ചിട്ട് രണ്ടാമത് ചെയ്യുന്നതന്നെ കുറച്ച് പച്ചവെള്ളം അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അല്ലെങ്കിൽ അത് ഒട്ടിപ്പോവും, കട്ട കെട്ടിപ്പോവും എന്ന് പറയാം. അതിനുശേഷം ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3-ാം പാലിലോട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന അട ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം, പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചവ്വരി ഞാൻ കഴുകിയിട്ടില്ലായിരുന്നു, അപ്പോൾ ചവ്വരി കഴുകിയെടുക്കണമേ. ഇത് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാനോ അടി പിടിക്കാനോ ഒക്കെ സാധ്യത കൂടുതലാണ്. ഈ ഒരു സാധനം ഉണ്ടാക്കുന്ന ടൈമിന് നമ്മൾ ഒരു കാരണവശാലും മാറിപ്പോകാനേ പറ്റത്തില്ല, കൂടെ നിൽക്കണം. അതുപോലെ നമ്മൾ ശർക്കരപ്പാനി തയ്യാറാക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ആ കൂട്ടത്തിൽ തന്നെ ഞാൻ ചവ്വരി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഇതിൽ നിന്ന് മിസ്സായി പോയതാണേ. അപ്പോൾ നന്നായിട്ട് കളറൊക്കെ മാറി നല്ലൊരു, അതായത് നമ്മുടെ പായസത്തിൻ്റെ ആ ഒരു കളറൊക്കെ വന്നിട്ടുണ്ട്. ഇതൊന്നും ആയിട്ടില്ല, ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് ഈ കഴിഞ്ഞേക്കുന്നത്. നമുക്കപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ല രീതിക്കൊന്ന് വെന്ത് വരണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മറ്റേ അടുപ്പിലോട്ട് ഞാനൊരു കുക്കർ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടേ. അതായത് നേരത്തെ നമ്മൾ അട വേവിച്ച് വെച്ച കുക്കറില്ലേ അത് തന്നെയാണ്. നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള എടുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അത് അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കത് കോരി മാറ്റാം. അതുപോലെ തന്നെ നമ്മൾ പായസം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിലേക്ക് 2-ാം പാല് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കാനൊന്നും നിൽക്കത്തില്ല. അതുപോലെ തന്നെ ഇറക്കി വയ്ക്കാറാണ് പതിവേ. ഇപ്പം വെള്ളം പോലെ ഇരിക്കുന്നതൊന്നും കാര്യമാക്കണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കട്ടി കൂടി വന്നോളൂ. അതിലേക്ക് നമ്മളിതാ എടുത്ത് വെച്ചേക്കുന്ന 1-ാം പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ നമ്മൾ ഏലക്ക പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടേ. ഞാൻ ഇടിച്ച് പൊടിച്ച് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. മിക്സിയിലിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് കിട്ടും. ഞാനല്ലാതെ ഇടിയെല്ലാണ് ഇടിച്ച് പൊടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ പായസത്തിലോട്ടൊന്ന് ചേർത്ത് ഇളക്കിയെടുക്കാം. ഞാൻ ഈ പായസം ഗ്യാസ് ഓഫ് ചെയ്ത ശേഷമാണ് ഏലക്കയുടെ ചേർത്തത്. അതാകുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ഫ്ലേവർ നിൽക്കും, അതുകൊണ്ടാണേ. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടപ്രഥമൻ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സാധാരണ എപ്പോഴും ഞാനിങ്ങനെയാണ് പായസം മാത്രമാണ് കുടിക്കാറ്. പക്ഷേ അങ്ങനെയല്ല, ഇന്ന് പായസവും പപ്പടവും പഴവും കൂടെ കൂട്ടി ഒന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കാം അല്ലേ. അപ്പോൾ എന്തായാലും അടിപൊളി ടേസ്റ്റാണ്. ഞാനിത് ഒരുപാട് തവണയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇത് 2-3 തവണ മാത്രമേ ഞാൻ ഈ ഒരു പായസം റെഡിയാക്കിയിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഞാൻ തയ്യാറാക്കിയതുകൊണ്ട് പറയുന്നതല്ല കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം ട്രൈ ചെയ്യാനുള്ളവർക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.